2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാൻ പോകുന്ന കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും പൊതുജനങ്ങളുമെല്ലാം വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെക്കുറിച്ച് വലിയ ആകാംക്ഷകളും ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഡിസംബർ 13 ശനിയാഴ്ച, അതായത് നാളെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിലുള്ള കോർപ്പറേഷനുകളിൽ ആരൊക്കെയായിരിക്കും, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിരിക്കും ഭരണം പിടിക്കുക എന്ന കേരള സ്പീക്സിൻ്റെ വിലയിരുത്തലുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആകെയുള്ളത് 6 കോർപ്പറേഷനുകളാണ്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെയാണ് ഈ 6 കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്ന് പറയുന്നത് 101 ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് 76 വീതം ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ട കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളും മറ്റ് 3 കോർപ്പറേഷനുകളിൽ 56 അംഗങ്ങൾ വീതവുമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതായത് കൊല്ലത്തും തൃശ്ശൂരിലും കണ്ണൂരിലും 56 അംഗങ്ങളാണുള്ളത്. നിലവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ 5 എണ്ണത്തിൻ്റെയും നിയന്ത്രണം ഇടതുമുന്നണിക്കാണ്, അല്ലെങ്കിൽ LDFനാണ്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് എന്നിങ്ങനെയാണ് ഈ 5 കോർപ്പറേഷനുകൾ. UDFനെ സംബന്ധിച്ച് അവർ ഭരണം കൈയാളുന്ന ഏക കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷനാണ്. ഈ 6 കോർപ്പറേഷനുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ, അതായത് ആകെയുള്ള സീറ്റുകളുടെ 50% നേടി ഇടതുമുന്നണി ഭരണം ഉറപ്പിച്ചിരിക്കുന്നത് 3 കോർപ്പറേഷനുകളിലാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടുമാണ് ഇത്തരത്തിൽ ആധികാരികമായ ഭൂരിപക്ഷം നേടി ഇടതുമുന്നണി ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിലും തൃശ്ശൂരിലും അവർ വിമതന്മാരുടെ അല്ലെങ്കിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ഭരണം ഉറപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലും അതിതീവ്രമായ മത്സരമാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. പ്രാദേശിക വിഷയങ്ങളെക്കാൾ ഉപരിയായി ഈ 6 കോർപ്പറേഷനുകളിലും തെരഞ്ഞെടുപ്പിന് ആധാരമായത് കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എന്നും വിലയിരുത്തേണ്ടി വരും. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ ആകെയുള്ള 100 സീറ്റുകളിൽ 51 സീറ്റുകൾ നേടിയാണ് ഇടതുമുന്നണി ഭരണം ഉറപ്പിച്ചത്. അതായത് കൃത്യം കേവല ഭൂരിപക്ഷം. വാർഡ് പുനർവിഭജനത്തെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആകെയുള്ള ജനപ്രതിനിധികളുടെ എണ്ണം 100-ൽ നിന്ന് 101 ഉയരുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമായ BJP അധികാരം പിടിക്കുമെന്ന പൊതുവിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസും അഭിമാനകരമായ ഒരു പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെച്ചത്. നിലവിൽ 10 സീറ്റ് മാത്രമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് 25 മുതൽ 35 വരെ തങ്ങളുടെ സീറ്റ് നില ഉയർത്തുവാൻ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നു. നിലവിലെ രാഷ്ട്രീയ വിലയിരുത്തലുകൾ ശരിയായി വരികയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കും ഇടതുമുന്നണിക്കും CPMനും ഏറ്റവും വലിയ തിരിച്ചടിയേൽക്കുക. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ കത്തി നിൽക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവും സർക്കാരിനോടുള്ള വിരുദ്ധതയുമാണ്. അതുകൂടാതെയാണ് മുൻ മേയറായിരുന്ന, ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ഭരണസമിതിയുടെ അധ്യക്ഷയായിരുന്ന ആര്യ രാജേന്ദ്രനോടും അവരുടെ ഭരണത്തോടും ജനങ്ങൾക്കുണ്ടായിരുന്ന എതിർപ്പ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP 40 മുതൽ 45 സീറ്റുകൾ നേടി അധികാരമുറപ്പിക്കുമ്പോൾ കോൺഗ്രസ്സിന് 25 മുതൽ 35 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതകളാണ് സജീവമാകുന്നത്. CPM 15-നും 26-നും ഇടയിലേക്ക് ചുരുങ്ങുമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. രണ്ടാമതായി നാം പരിഗണിക്കുന്നത് കൊല്ലം കോർപ്പറേഷനാണ്. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ 25 വർഷമായി ഈ കോർപ്പറേഷൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് ഇടതുമുന്നണി തന്നെയാണ്. നിലവിൽ മണ്ഡല പുനർവിഭജനത്തോടുകൂടി 56 സീറ്റുകളാണ് കൊല്ലം കോർപ്പറേഷനിലുള്ളത്. 2020-ലെ സീറ്റ് നില പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ആകെയുള്ള 55 സീറ്റുകളിൽ 39 എണ്ണവും വിജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അവർ അധികാരം ഉറപ്പിക്കുകയായിരുന്നു. UDFന് മുഖ്യ പ്രതിപക്ഷമാകുവാൻ കഴിഞ്ഞെങ്കിലും കേവലം 9 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. BJPക്ക് 6 സീറ്റുകൾ ഇവിടെ നേടാൻ കഴിഞ്ഞു. ഒരു സീറ്റിൽ സ്വതന്ത്രനാണ് വിജയിച്ചു വന്നത്. അതായത് മണ്ഡല പുനർവിഭജനത്തിന് മുമ്പ് 55 സീറ്റുകൾ ഉണ്ടായിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ 56 സീറ്റുകളാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പൊതുവികാരം കൊല്ലത്തും CPMനും ഇടതുമുന്നണിക്കും തിരിച്ചടിയാകുമെങ്കിലും അവർക്ക് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമൊന്നും നിലവിൽ നിൽക്കുന്നില്ല. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ മുന്നണി എന്ന നിലയിൽ 25-ലധികം സീറ്റുകൾ നേടി ഇടതുമുന്നണി കൊല്ലം കോർപ്പറേഷൻ്റെ അധികാരം നിലനിർത്തും എന്ന വിലയിരുത്തലിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്.
BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ അവർ കൊല്ലം കോർപ്പറേഷനെക്കുറിച്ച് വെച്ചു പുലർത്തുന്നുണ്ട്. അവരുടെ നിലവിലുള്ള കക്ഷിനില 6 ആണെങ്കിൽ അത് 10ലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും 9ൽ നിന്ന് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുമെന്നും 15 സീറ്റുകൾ വരെ നേടുവാൻ കഴിയുമെന്നുമുള്ള വിലയിരുത്തലിലാണ് ഞങ്ങളുടെ ടീം ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മൂന്നാമതായി നമ്മൾ പരിഗണിക്കുന്നത് കൊച്ചി കോർപ്പറേഷനാണ്. പരമ്പരാഗതമായി UDFിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു ജില്ലയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ UDFിൻ്റെ കരുത്തുറ്റ കോട്ട അല്ലെങ്കിൽ പൊന്നാപുരം കോട്ടയായിട്ടാണ് കൊച്ചി കോർപ്പറേഷൻ വിലയിരുത്തപ്പെട്ടത്. 2015ലും 2020ലും UDF കനത്ത വെല്ലുവിളിയാണ് ഇവിടെ CPMൽ നിന്ന് അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്ന് നേരിട്ടത്. 2015ൽ അധികാരം നിലനിർത്തുവാൻ കഴിഞ്ഞെങ്കിൽ കൂടിയും 2020ൽ ഇടതുമുന്നണിക്കും പിന്നിലായി ഫിനിഷ് ചെയ്ത UDFിന് അധികാരം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 74 സീറ്റുകളുണ്ടായിരുന്ന കൊച്ചി കോർപ്പറേഷനിൽ 2020ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ നേടി ഇടതുമുന്നണി അധികാരം പിടിച്ചപ്പോൾ UDF തൊട്ട് പിന്നിലായി 31 സീറ്റുകളാണ് നേടിയത്. BJP ഇവിടെ 5 സീറ്റുകൾ നേടിയപ്പോൾ ഇടതുമുന്നണിക്ക് ഭരണം ഉറപ്പിക്കുവാൻ സഹായകരമായത് 4 സ്വതന്ത്രന്മാരുടെ സാന്നിധ്യമായിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ BJP ഈ കോർപ്പറേഷനിൽ വലിയ വിജയസാധ്യതകൾ വെച്ച് പുലർത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ പരമാവധി കഴിഞ്ഞ വർഷത്തെ 5 സീറ്റുകൾ എന്ന ടാലി നിലനിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് അതിന് സാധിക്കുകയില്ല എന്നും BJPയുടെ സീറ്റെണ്ണം 3ലേക്ക് ചുരുങ്ങുവാനുള്ള സാധ്യതകൾ സജീവമാണെന്നുമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന UDFിന് വെല്ലുവിളിയാകുന്നത് 2020യുടെ സാന്നിധ്യമാണ്. 2020യുടെ സാന്നിധ്യം തന്നെയാണ് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അധികാരം നിലനിർത്തുവാൻ തങ്ങളെ സഹായിക്കുമെന്ന വിലയിരുത്തലുമായി ഇടതുമുന്നണി മുന്നോട്ട് പോകുവാനുമുള്ള കാരണം. നിലവിൽ കൊച്ചി കോർപ്പറേഷനിൽ 76 സീറ്റുകളാണുള്ളത്. ഇതിൽ പകുതിയോളം സീറ്റുകളിൽ 2020 സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ 5 മുതൽ 8 സീറ്റുകൾ വരെ 2020 ഇവിടെ നേടുവാനുള്ള സാധ്യതകളും സജീവമാണ്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് UDFിന് കൃത്യമായി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിലുമുള്ളത്. 76 സീറ്റുകളുള്ള കൊച്ചി കോർപ്പറേഷനിൽ UDF 40 സീറ്റുകൾ നേടുമെന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകനത്തിൽ നിന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഈ ഘട്ടത്തിലും ഇടതുമുന്നണിക്ക് ഇവിടെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുമെന്നും 25 മുതൽ 30 സീറ്റുകൾ വരെ അവർക്ക് നേടാൻ കഴിയുമെന്നുമാണ് വിലയിരുത്തൽ. കാരണം 2020-25 കാലഘട്ടത്തിലെ ഇടതുമുന്നണിയുടെ ഭരണം ഏറെക്കുറെ സുസ്ഥിരമായിരുന്നു എന്നൊരു കാഴ്ചപ്പാട് കൊച്ചി നിവാസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അതിൻ്റെ ആനുകൂല്യം അവർക്ക് ലഭിക്കുകയും ഭരണവിരുദ്ധ വികാരത്തിലൂടെ UDF അധികാരത്തിലേക്ക് തിരികെ എത്തുമെങ്കിലും തീരെ പിന്നോട്ട് പോകാത്ത ഒരവസ്ഥ ഇടതുമുന്നണിക്ക് കൊച്ചിയിൽ ഉണ്ടാകുമെന്നുമാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലാണ്. ഇവിടെ 2020ലെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയും കോൺഗ്രസ് അല്ലെങ്കിൽ UDFും ഒപ്പത്തിനൊപ്പം ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അന്ന് 55 സീറ്റുകളാണ് കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. ഇടതുമുന്നണി 24 സീറ്റുകൾ നേടി, UDF 24 സീറ്റുകൾ നേടി, BJP 6 സീറ്റുകൾ നേടി, കോൺഗ്രസ് വിമതൻ 1 സീറ്റിൽ വിജയിച്ചു. ഇത്തരത്തിൽ വിജയിച്ചു വന്ന കോൺഗ്രസ് വിമതൻ്റെ പിന്തുണയുറപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷവും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്തുവാൻ CPM വിജയകരമായി പരിശ്രമിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ പല ഘട്ടത്തിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായ നിലപാടുകൾ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ പോലും ഭരണത്തെ അസ്ഥിരപ്പെടുത്തുവാനോ അയാളെ പിണക്കുവാനോ CPM തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ BJP അത്ഭുതകരമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം UDF ഉറപ്പിക്കുവാനുള്ള സാധ്യതകളാണ് സജീവമാകുന്നത്. ഇവിടെ BJPയുടെ വളർച്ച ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ഇടതുമുന്നണിക്കാകും എന്ന കാര്യത്തിലും തർക്കമില്ല. UDFിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് 25 സീറ്റുകൾ അവർ നേടി ഏറ്റവും വലിയ മുന്നണിയായി മാറുമെന്ന വിലയിരുത്തലിലേക്കാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. 6 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP 15 സീറ്റുകൾ വരെ തങ്ങളുടെ സീറ്റ് നില ഉയർത്തുവാനുള്ള സാധ്യതകളും സജീവമാണ്. ചില സീറ്റുകളിൽ നിന്ന് കോൺഗ്രസ് വിമതന്മാർ കൂടി വിജയിച്ചു വരുവാനുള്ള സാധ്യതകളും തൃശ്ശൂരിനെ സംബന്ധിച്ച് ശക്തമാണ്. അതിനാൽ തന്നെ CPMൻ്റെ സീറ്റ് നില എന്ന് പറയുന്നത് 20ഓ 22ലേക്കോ ചുരുങ്ങുവാനുള്ള സാധ്യതകളും സജീവമാണ്. ഒരുപക്ഷെ BJP 18ലേക്കോ 20ലേക്കോ തങ്ങളുടെ സീറ്റ് നില ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെയും തിരിച്ചടിയുണ്ടാകുക CPMനാണ്. BJPക്കും പിന്നിലായി മൂന്നാമത്തെ മുന്നണിയായി CPM ഫിനിഷ് ചെയ്യുവാനുള്ള സാധ്യതകളും തൃശ്ശൂർ കോർപ്പറേഷനിൽ സജീവമാണെന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്.
കൊല്ലം കോർപ്പറേഷൻ പോലെ തന്നെ ആധികാരികമായ ഭൂരിപക്ഷം നേടി അല്ലെങ്കിൽ മൃഗീയമായ ഭൂരിപക്ഷം നേടി LDF അധികാരത്തിലിരിക്കുന്ന മറ്റൊരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. 75 സീറ്റുകൾ ഉണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ 2020 തിരഞ്ഞെടുപ്പിൽ 49 സീറ്റുകൾ നേടി മൃഗീയ ആധിപത്യമാണ് LDF ഉറപ്പിച്ചത്. UDFനെ സംബന്ധിച്ച് അവർ കേവലം 14 സീറ്റുകൾ മാത്രമാണ് വിജയിച്ചത്. BJPക്ക് 7 സീറ്റുകൾ വിജയിക്കുവാൻ കഴിഞ്ഞപ്പോൾ സ്വതന്ത്ര അംഗങ്ങളാണ് 5 സീറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF വളരെ വാശിയേറിയ ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. സമാനമായി തന്നെ BJPയും വളരെ വാശിയേറിയ ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണി കോഴിക്കോട് കോർപ്പറേഷൻ്റെ അധികാരം നിലനിർത്തുവാനുള്ള സാധ്യതകൾ തന്നെയാണ് സജീവമാകുന്നത്. എന്നിരുന്നാൽ പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിലവിലെ വാർഡ് പുനർവിഭജനം അനുസരിച്ച് ആകെ സീറ്റുകളുടെ എണ്ണം 76 ആയതോടുകൂടി 38 സീറ്റുകളാണ്. 49 സിറ്റിംഗ് സീറ്റുകളുള്ള ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ 35 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുവാനുള്ള സാധ്യതകൾ സജീവമാണ് എന്ന വിലയിരുത്തൽ പുറത്തു വരുന്ന ഘട്ടത്തിൽ അവർക്ക് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മജോറിറ്റിയോടുകൂടി കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. BJPയെ സംബന്ധിച്ച് 7 സീറ്റുകളുള്ള അവർ 2 അക്കത്തിന് മുകളിലേക്ക് എത്തുമെന്നും കോൺഗ്രസ് തങ്ങളുടെ നില 14 നിന്ന് 20 25 ആക്കി ഉയർത്തുവാനുള്ള സാധ്യതകളും സജീവമാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾ പരിഗണിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനാണ്. നിലവിൽ 55 സീറ്റുകൾ ഉണ്ടായിരുന്നത് വാർഡ് പുനർവിഭജനത്തോടുകൂടി 56 സീറ്റുകളായി കണ്ണൂർ കോർപ്പറേഷനിൽ വർദ്ധിച്ചിട്ടുണ്ട്. UDFനെ സംബന്ധിച്ച് തികച്ചും മാസ്മരികമായ ഒരു വിജയം 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ നേടിയെടുത്ത ഏക കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. 2015 തിരഞ്ഞെടുപ്പിൽ 28 സീറ്റുകൾ നേടി LDF ആദ്യം അധികാരം പിടിച്ചുവെങ്കിലും 27 സീറ്റുകളുണ്ടായിരുന്ന UDF 2 വിമതരുടെ പിന്തുണയോടുകൂടി പിന്നീട് കണ്ണൂർ കോർപ്പറേഷൻ്റെ അധികാരം തിരികെ പിടിക്കുകയായിരുന്നു. എന്നാൽ 2020 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗത്തു നിന്ന് വമ്പൻ തിരിച്ചുവരവാണ് ഉണ്ടായത്. കേരളത്തിലെമ്പാടും ഇടത് തരംഗം ആഞ്ഞു വീശിയിട്ടും കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുമുന്നണി പിന്നോട്ട് പോകുന്നതും UDF കുതിച്ചു കയറുന്നതുമാണ് കാണാൻ കഴിഞ്ഞത്. 55 സീറ്റുകൾ ഉണ്ടായിരുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ 34 സീറ്റുകൾ നേടിയാണ് UDF അധികാരം നിലനിർത്തിയത്. 28 സീറ്റുകളിൽ നിന്ന് ഇടതുമുന്നണി 19 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. 2015 2020 BJPക്ക് ഓരോ സീറ്റുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വിമത സ്ഥാനാർത്ഥിയും 2020 വിജയിച്ചു കയറി എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ 76 സീറ്റുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ 36 മുതൽ 40 സീറ്റുകൾ വരെ നേടി UDF അധികാരം നിലനിർത്തുവാനുള്ള സാധ്യതകളാണ് സജീവമാകുന്നത്. BJPയെ സംബന്ധിച്ച് അവരുടെ നിലവിലുള്ള സീറ്റ് നില 1 എങ്കിൽ അത് 2 or 3 ആയി അവർ വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യമുണ്ട്. CPMനെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വീണ്ടും അവർ പിന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും കണ്ണൂർ കോർപ്പറേഷനിൽ കാണാൻ കഴിയുക. അങ്ങനെ ആകെയുള്ള 6 കോർപ്പറേഷനുകൾ വിലയിരുത്തുമ്പോൾ ഇടതുമുന്നണിക്ക് ഉറപ്പായും ഭരിക്കാൻ കഴിയുന്നത് 2 കോർപ്പറേഷനിൽ മാത്രമാണ്. കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളാണ് ഇവ. തിരുവനന്തപുരത്ത് BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. BJP അവിടെ അധികാരം നിലനിർത്തുമെന്നാണ് ഞങ്ങൾ ഏറെക്കുറെ കണക്ക് കൂട്ടുന്നത്. UDFനെ സംബന്ധിച്ച് ഒരു കോർപ്പറേഷൻ്റെ ഭരണം മാത്രം 2020 ലഭിച്ച അവർക്ക് അതിൽ നിന്ന് വലിയ കുതിപ്പുണ്ടാക്കുവാനും നിലവിലുള്ള കണ്ണൂർ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കൊച്ചിയും തൃശ്ശൂരും തിരികെ പിടിക്കുവാൻ കഴിയുമെന്നുമാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കേരളത്തിലെ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവചനം പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.